നമ്മുടെ ആശ്രയം ദൈവത്തിലായിരിക്കണം. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി പോലും നിരാശപ്പെടുകയില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 29, 30, 31 തിരുവചനങ്ങൾ. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും. ഓടിയാൽ ക്ഷീണിക്കില്ല, നടന്നാൽ തളരുകയുമില്ല. ഈ വചനങ്ങളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൽ ആശ്രയിച്ചാൽ നീ വീണ്ടും ശക്തി പ്രാപിക്കും, വീണ്ടും അഭിഷേകം പ്രാപിക്കും. നഷ്ടപ്പെട്ടതിനെ തിരിച്ചു തരുവാൻ ദൈവത്തിന് സാധിക്കും. പരിപൂർണമായിട്ടും ദൈവത്തിൽ ആശ്രയിച്ചാൽ, പ്രത്യാശ അർപ്പിച്ചാൽ അവിടുന്ന് നമ്മെ വഴി നടത്തും. പണിതുയർത്തുകയും നട്ടു വളർത്തുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യും. അവിടുത്തെ അനന്തമായ കരുണയും സ്നേഹവും എപ്പോഴും ദൈവമക്കളുടെ കൂടെയുണ്ട്. അവനിൽ വിശ്വസിക്കുന്നവരാരും ലജ്ജിതരാകുവാൻ അവിടുന്ന് അനുവദിക്കില്ല. സഹോദര സഹോദരി, ഭയപ്പെടേണ്ട. ദൈവത്തിൽ ആശ്രയിക്കാം, വീണ്ടും ശക്തി പ്രാപിക്കാം. കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരാം. കൃപക്കുമേൽ കൃപ സ്വീകരിക്കാം. വിശ്വാസം ആഴപ്പെടട്ടെ, പ്രത്യാശ കൊണ്ട് നിറയട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.